ഞങ്ങൾക്കൊരു പ്രശ്നവും വരാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ മുസ്ലിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അന്നത്തെ പൊതുപ്രശ്നത്തിൽ നിന്നും മാറി നിന്ന ആളുകൾ പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ മതസ്ഥാപന ദുരുപയോഗ ബില്ല് മുസ്ലിം സംഘടനകളുടെ അതിശക്തമായ പ്രക്ഷോഭം കാരണമായിട്ട് സർക്കാർ മാറ്റിവെച്ചപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയില്ലാതെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു ബില്ല് പാസ്സാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ആ ബില്ല് മാറ്റിവെച്ചപ്പോൾ പഴയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പഴയ കഥാപാത്രത്തെ പോലെ അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞ് ഇവർ ഞെളിഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം സമുദായം നേരിട്ട വളരെ വലിയൊരു പ്രശ്നമായിരുന്നു മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞിട്ടൊരു പാഠം കേരളത്തിലെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കാൻ ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കുബുദ്ധികളായ ചില ആളുകളുടെ ദുഷ്പ്രേരണയാൽ അന്ന് ഭരിക്കുന്ന കേരളത്തിന്റെ സർക്കാർ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പറഞ്ഞു, മതമില്ലാത്ത ജീവൻ വേണമെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് അവരുടെ പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിക്കാം, അവരുടെ സ്റ്റേജുകളിലൂടെ അത്തരം ആശയങ്ങൾ അവർക്ക് പ്രസംഗിക്കാം, അവരുടെ നേതാക്കന്മാർക്ക് അനുയായികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാം. പക്ഷേ ഇവിടുത്തെ ഇത് മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യത്തെ മുസ്ലിങ്ങളുടെ, ഹൈന്ദവരുടെ, ക്രൈസ്തവരുടെ, മുഴുവൻ മതവിശ്വാസികളുടെയും നികുതി പണം കൊണ്ട് പഠിപ്പിക്കുന്ന പടുത്തുയർത്തപ്പെട്ട വിദ്യാലയങ്ങളിലൂടെ അത്തരമൊരു പാഠപുസ്തകം അത്തരമൊരു പാഠം പഠിപ്പിക്കാൻ പാടില്ലെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങള്, ഹൈന്ദവര്, ക്രൈസ്തവര് മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് പ്രക്ഷോഭം നടത്തി പറഞ്ഞപ്പോൾ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങൾ പള്ളി മിമ്പറുകളിലൂടെ ഈ പുസ്തകത്തിനെതിരെ വളരെ ശക്തമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ AP വിഭാഗം പറഞ്ഞു, പള്ളികൾ അത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ആരാണ് ഈ പറയുന്നതെന്നറിയുമോ? ആരാണിത് പറഞ്ഞതെന്നറിയുമോ? പള്ളികളെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഉപയോഗിച്ചത്, മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ മക്കളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നതിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് പോരാടിയപ്പോൾ മതത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് വിലപിച്ചിരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്തതെന്നറിയുമോ? തങ്ങൾക്ക് 2 സ്കൂൾ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ മലപ്പുറം ജില്ലയിലെ 2 സ്കൂളുകൾ തങ്ങൾക്ക് ഒരു സർക്കാർ അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് തോന്നിയപ്പോൾ കേരളത്തിലെ ഒരു സ്വലാത്തിന്റെ മജ്‌ലിസ്, ഒരു മതത്തിന്റെ ചിഹ്നമായ സ്വലാത്തിന്റെ മജ്‌ലിസ്, മതത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ട്, നീളക്കുപ്പായം ഇട്ടുകൊണ്ട്, തലയെ കെട്ടിക്കൊണ്ട് സ്വലാത്തിന്റെ മജ്‌ലിസിൽ റമദാൻ 27 രാവിൽ അവിടെ വെച്ചുകൊണ്ട്, ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ വിഭാഗം 2 സ്കൂളുകൾ തങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് തോന്നിയപ്പോൾ ആ മതവേദിയെ, മതത്തിന്റെ സദസ്സിനെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചവർ പറഞ്ഞു, മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. ഈ മുസ്ലിം പൊതുപ്രശ്നത്തിൽ നിന്ന് മാറി നിന്നു. ഇങ്ങനെ കേരള മുസ്ലിങ്ങൾ നേരിട്ട മുഴുവൻ പൊതുപ്രശ്നങ്ങളിലും മുസ്ലിം സമുദായത്തിന്റെ പൊതുമേഖലയിൽ നിന്ന് മാറി നിന്നവർ ഇവർ ആരുടെ ആളുകളാണ് ഇന്ന് കേരളത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ആളുകളാണ് എന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഡയലോഗ് സെന്റർ എന്ന് പറയുന്ന ഖത്തറിൽ നിന്ന് സിയോണിസ്റ്റുകളാൽ രൂപവൽകൃതമായ ഒരു വേദിയിൽ കാന്തപുരം പങ്കെടുത്തു. ഖത്തറിലെ മുസ്ലിം മതസംഘടനകൾ ഒന്നൊട്ടാകെ പറഞ്ഞു, അത് സിയോണിസ്റ്റുകളുടെ ചതിയിലൂടെ ഉണ്ടായ ഒരു വേദിയാണ്. ആ വേദിയിൽ മുസ്ലിം സംഘടനകൾ ആരും പങ്കെടുക്കരുതെന്ന് പറഞ്ഞപ്പോ അവർക്കൊരു തലയെക്കെട്ട് കെട്ടിയ, താടി വെച്ച, നീളക്കുപ്പായമിട്ട ഒരു മുസ്ലിം പണ്ഡിതന് ആവശ്യമുണ്ടായിരുന്നു. ഞെളിഞ്ഞിരിക്കാൻ ഒരു വേദി കിട്ടിയപ്പോൾ കാന്തപുരം അങ്ങോട്ടേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് കാണുന്നത് സിയോണിസ്റ്റുകൾ എന്തൊക്കെയാണോ കേരളത്തിൽ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ചത് ഒന്നൊന്നായിട്ട് നടപ്പാക്കാൻ പോകുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് മറുപടി പറഞ്ഞാലും, എത്ര തന്നെ തെളിവുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ഇന്നാരും മറുപടി പറയാൻ വരില്ല, വേദി കിട്ടൂല. എന്താ കാരണമെന്നറിയോ? ഇപ്പം പറയും, ഞങ്ങൾ ആഗോള പ്രശ്നത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യുക, ഇത്തരം നിസ്സാര പ്രശ്നങ്ങളൊന്നും പറയാൻ ഞങ്ങൾക്ക് നേരമില്ലെന്നാ കാന്തപുരം വിഭാഗം പറയുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരു കാര്യമാണ്. മുമ്പൊരു സ്കൂൾ കുട്ടി തൻ്റെ സഹപാഠിയെ കല്ലെടുത്തെറിഞ്ഞു, തല പൊട്ടിച്ചു. ചോദ്യം ചെയ്യാൻ വന്ന മറ്റൊരു കുട്ടിയെ അടിച്ച് കോമ്പസ് കൊണ്ട് കുത്തിയിട്ട് കണ്ണും പൊട്ടിച്ചു.
അത് പിടിച്ചു വെക്കാൻ അവനെ തടയാൻ വേണ്ടി വന്ന ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും അവൻ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അവസാനം ക്ലാസ്സിലെ സാറ് വന്ന് അവനെ പിടിച്ച് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ സാറിനെയും അവൻ പുലഭ്യം പറഞ്ഞു. അവസാനം ഈ കുട്ടിയെ ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക് എത്തിച്ചു. ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക് എത്തിച്ചപ്പോൾ ഹെഡ് മാസ്റ്റർ ഈ കുട്ടിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എല്ലാ മോനെ, നിനക്കെന്താ പറ്റിയേ? നീ എന്താ നിന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിച്ചത്? നിന്റെ കൂട്ടുകാരൻ്റെ കണ്ണ് നീ പൊട്ടിച്ചുവല്ലോ, നിന്റെ സഹപാഠിയുടെ തല നീ എറിഞ്ഞു പൊട്ടിച്ചുവല്ലോ, നിന്റെ അധ്യാപകനെ നീ പുലമ്പ്യം പറഞ്ഞല്ലോ, നിന്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ നീ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാറേ, ഫലസ്തീനിൽ ഇറാഖ് ബോംബ് വർഷിച്ചു, ഫലസ്തീനിൽ ഇസ്രയേൽ ബോംബ് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇറാഖികളെ അമേരിക്ക അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്, ആഗോള താപനം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്, അതുപോലെ തന്നെ അനവധി പ്രശ്നങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണോ സാറ് കേവലം കേരളത്തിലെ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നതുപോലെയാ കാന്തപുരം വിഭാഗം പറയുന്നത്. അവർ നടത്തുന്ന ഓരോ തട്ടിപ്പുകളും വളരെ വ്യക്തമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘശക്തികൾ വളരെ വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ മറുപടി ഇല്ലാഞ്ഞപ്പോൾ, മുമ്പൊരു കാലത്ത് ഒരു ഇത്തിരി പോരുന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിലും മറുപടി വെച്ച് സംവാദങ്ങൾ വെച്ചിരുന്ന വിഭാഗം ഇന്ന് മറുപടി പറയാനില്ലാത്ത വിധം വ്യക്തമായ തെളിവുകളോടെ ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ SKSSFന്റെ പ്രവർത്തകർ വളരെ വ്യക്തമായിട്ട് തെളിവുകൾ നിരത്തി മറുപടി പറയുമ്പോൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുക, ഞങ്ങൾ ആഗോള താപനത്തെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് വെണ്ടയ്ക്കൊക്കെ എൻഡോസൾഫാൻ അടിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇത് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ല ഈ നാട്ടിലെ ജനങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും SYSന്റെ ആ അതിമഹത്തായ 60ാം വാർഷിക സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുടിയാണ് കാന്തപുരത്തെ കേരള ജനതയ്ക്കിടയിൽ ഏറ്റവുമേറെ വികൃതനാക്കിയത്. ചിലർക്ക് മുടിയുണ്ടായാൽ അത് സൗന്ദര്യമാകും. പക്ഷേ കാന്തപുരത്തിൻ്റെ കയ്യിൽ മുടിയെത്തിയപ്പോൾ അദ്ദേഹം വികൃതനായി മാറി. പക്ഷെ അനുയായികൾ പറയുന്നത് കാന്തപുരത്തിനൊരു മുടി കിട്ടിയപ്പോൾ ബോംബെയിലെ ജാലിയവാലയിൽ നിന്ന് കിട്ടിയപ്പോൾ 3 കിട്ടി, 2 ബാക്കി, 1 ഗൾഫിലേക്ക് പോയി. അത് കിട്ടിയപ്പോൾ കാന്തപുരം മഹാനായി എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ആർക്കും കൊടുക്കാതെ 3 മുടി സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. എന്നെയും നിങ്ങൾക്ക് മഹാനാക്കിക്കൂടെ? അടുത്ത വർഷം നിങ്ങളിപ്പോൾ മർക്കസിൽ ക്യൂ നിന്ന് വെള്ളത്തിന് കഷ്ടപ്പെടുന്നതിന് പകരം അടുത്ത വർഷം ഇസ്മായിൽ സഖാഫി ഉസ്താദിൻ്റെ മഹല്ലിലാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങോട്ട് വന്ന ഉസ്താദിൻ്റെ ദ്വാവും കൂട്ടുപ്രാർത്ഥനയും ഉപദേശവും കിട്ടും. എൻ്റെ വക ഓരോ ബക്കറ്റ് വെള്ളവും തരാം. വരാൻ കാന്തപുരം വിഭാഗം തയ്യാറുണ്ടോ? ഈ മുടിയാട്ട നാടകത്തിൻ്റെ ഇന്നലകൾക്കുള്ളിലേക്ക് കയറി കാന്തപുരം വിഭാഗത്തെ കടന്നാക്രമിച്ച് ശക്തമായി പ്രസംഗങ്ങൾ നടന്നു. കേരളത്തിലും കർണാടകയിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആശയത്തിൻ്റെ മുന്നിൽ ഒന്നും മറുപടി പറയാനില്ലാതെ വന്നപ്പോൾ ഇന്നലെ സുല്യക്കടുത്ത് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട നാസർ ഫൈസിയെയും പ്രിയപ്പെട്ട അക്ബർ സഅദിയെയും ആക്രമിക്കാൻ കാന്തപുരം വിഭാഗം വന്നു. അവരുടെ ധാരണ കേരളത്തിൽ ഞങ്ങൾ മാത്രമേ റോട്ടിലൂടെ പോകാറുള്ളൂ എന്നാ. നിങ്ങളും പോകാറില്ലേ? എന്ത് പണിയാണ് നിങ്ങളെടുത്തത്? ഇതാണോ ഒരു സംസ്കാരം, ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്കാരം? ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ നിയന്ത്രിക്കുന്നത് കല്ലേറുകൾ കൊണ്ട് മാത്രം പരിചയിച്ച തായിഫിലെ ഖുറൈശികളുടെ പിന്മുറക്കാരാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ നയിക്കുന്നത് സ്നേഹത്തോടെ എല്ലാം തൃണവൽഗണിച്ച് സത്യത്തിന് നിലകൊണ്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് അവിടുത്തെ മുടിയുടെ പേര് പറഞ്ഞ് ഒരു നാടകവും കളിക്കാൻ ഈ സാഗരം പോലെ ഒഴുകി വന്ന സദസ്സും നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന ഈ പണ്ഡിത ശിരോമണികളും അനുവദിക്കില്ല. സമസ്തയുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ഞങ്ങൾക്കൊരപേക്ഷയുണ്ട്. ഇനി കാന്തപുരത്തിനെതിരെ നിങ്ങൾ പറയണ്ട, ഞങ്ങൾ പറഞ്ഞുകൊള്ളും. ഞങ്ങളുടെ ഉസ്താദിൻ്റെ വേണ്ടാത്തരങ്ങളെ ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും. നിങ്ങളിനി ഇൽമിയായ മറ്റു ചർച്ചകളിൽ നീങ്ങിക്കൊള്ളൂ. ലക്ഷ്യത്തിലേക്ക് ഇനി സമസ്തക്ക് മുന്നേറാം. ഞങ്ങൾ ഇവർക്കെതിരെ സമരസജ്ജരാണ്. പ്രിയപ്പെട്ട അക്ബർ സഅദിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ സാഹചര്യവും അല്ല. ഇന്നലെ ഇതേ സമയം നിങ്ങളുടെ കർണാടക സ്റ്റേറ്റിലെ സുള്ളിയയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗം കഴിഞ്ഞ് ഈ ശബ്ദം ലോകമൊട്ടുക്കും കേൾക്കുന്നതുകൊണ്ട് വിട്ടുനിന്നുകൊണ്ട് നഖം കടിച്ചു നിൽക്കുന്ന മുടിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, അക്ബർ സയദി ഇന്നിവിടെയുണ്ട്, നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നൊക്കെയായി കാസർഗോഡുണ്ട്. എന്താ ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ, നേരം വെളുത്തത് മുതൽ പല ഭാഗത്തു നിന്നും ഫോണാണ്. എന്താ പറ്റി, ഹോസ്പിറ്റലിലാന്ന് പറയുന്നുണ്ട്. യൂട്യൂബിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെ പച്ച നുണ പ്രചരിപ്പിക്കുമ്പോൾ ഇന്നലെ സുള്ളിയിൽ സംഭവിച്ചത്, ഞങ്ങളുടെ വാക്കുകൾക്ക് മറുപടി പറയാൻ ഇല്ലാത്ത ഒരു ഘട്ടം സംജാതമായപ്പോൾ ആണിനും പെണ്ണിനും ചേരാത്ത സംസ്കാരം പ്രയോഗിച്ചു എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും വിലയിരുത്താനില്ല. ഇപ്പം അതുകൊണ്ട് എന്തുണ്ടായിന്നറിയാം, നിങ്ങൾ വരുത്തിൽ കിട്ടിയ റിപ്പോർട്ട് ശരിയാണോ എന്നറിയില്ല. അവിടെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട കളവുല്ലുലമ വരാനിരിക്കുകയായിരുന്നു. ഇന്നലത്തെ ഈ സംഭവം കണ്ടപ്പോൾ നിയമപാലകർ മുമ്പിലും ബേക്കിലും എസ്കോട്ടൊക്കെ തന്ന് ഞങ്ങളെ കാസർഗോഡിലെത്തിച്ച് അവർ തന്നെ വിചാരിച്ച് ഇനിയൊരു പരിപാടി വെച്ച് എന്തൊക്കെ സമയം കൊണ്ട് പരിപാടിയെ വേണ്ടാന്ന്. നിങ്ങൾ എന്ത് കളിച്ചാലും നിങ്ങളുടെ തലക്കിട്ട് 8ന്റെ പണി അള്ളാന്റെ റസൂല് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സിദ്ദീഖ് അലി രാങ്ങാട്ടൂര് പറയും പോലെ, നാണവും മാനവും ഇല്ലെങ്കിൽ കൂട്ടരെ, നാണവും മാനവും ഉള്ളവർ കുളിച്ച കുളത്ത് പോയിട്ട് നല്ല ഒന്ന് മുങ്ങിക്കുളി. എന്താണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? ഞാൻ സഞ്ചരിക്കുന്ന എൻ്റെ വണ്ടിയുടെ ഗ്ലാസിന്റെ പുറത്തൊന്ന് കൈകൊണ്ട് തട്ടി എന്നതല്ലാതെ മറ്റൊന്നും, അതാരാ? മൂപ്പരുടെ അനുയായികളുടെ പരിപാടി തന്നെ ഇതാണ്. ഇതിന്റെ ആളുകൾ കുറച്ച് റോട്ടിൽ അവർക്ക് നിൽക്കാൻ തന്നെ കഴിയുന്നില്ല, വണ്ടി ബ്ലോക്ക് ചെയ്യുന്ന കോലം തന്നെ. ഇങ്ങനെ ഇത് കണ്ട് പേടിക്കുമെന്നോ? നിങ്ങൾ എന്താ കരുതിയത്? ഞങ്ങളുടെ നേതൃത്വം ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റാത്തവരായിരിക്കാം, പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഞാനൊക്കെ സമസ്തയിലേക്ക് ഇറങ്ങി എനിക്കൊക്കെ പ്രസംഗിക്കാനുള്ള ആർജവം തന്നത് ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി ഉസ്താദും ഇസ്മായിൽ സഖാഫി ഉസ്താദുമാണ്. അവരുടെ നാവ് പൊന്നാണ്. അള്ളാഹു ആ പൊന്നിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അവരാണ് നമ്മുടെ പ്രചോദനം. പിന്നെ നിങ്ങൾ ഈ വാറോല കാണിക്കുമ്പോഴേക്ക് ഞങ്ങൾ മൂലക്കിരിക്കുന്ന കരുതി. ഇന്നലത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇവർ കരുതി 2 ബ്ലോക്കെല്ലാക്കി 2 അടിയെല്ലാം അടിക്കുമ്പോഴത്തേക്കും നമ്മൾ പത്തിയും മടക്കി മാളത്തിക്കാർ. അതിനല്ല കൂട്ടരെ ഞങ്ങൾ കടന്നു വന്നത്. ഞങ്ങളിതൊരു സത്യത്തിൻ്റെ പാതയാണെന്ന് തിരിച്ചറിഞ്ഞ് ഉഹറവിയായ ഉലമാഇന്റെ കൂട്ടായ്മ ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും ശിക്ഷണത്തിൻ കീഴിൽ കിടന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ക്രൂരമായ മർദ്ദന താണ്ഡവ പീഡനങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തിയാലും ഞാൻ 1000 കുതിരശക്തിയോടെ എന്റെ ശബ്ദം വീക്ഷിക്കുന്ന അഭിനവ മുടിയന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ ചങ്കിലെ ശ്വാസം പിഴയുന്ന അവസാന ഘട്ടത്തിലും എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ലോകത്തോട് പറയും, നിങ്ങളെ നയിക്കുന്ന നേതാവ്. ഞാൻ ഈ നേരമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൊബൈലിൽ എന്താ കളിക്കുന്നത്. നേരിട്ട് ഫോൺ ചെയ്യുന്നില്ല, ഒരേ മെസ്സേജാ. ആ മെസ്സേജിനൊക്കെ മറുപടി കൊടുത്തോണ്ട് അതിൽ ഒരു മെസ്സേജ് വന്ന്, എന്ത്, അബൂജാഹില് റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ ജനിച്ച തന്നെയാണ്. മർക്കസിൽ നിന്നും സയദിയിൽ നിന്നൊക്കെ അങ്ങനെ കുറെ ആളുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങൾ അബൂജാഹിലാണെങ്കിൽ ശംസുൽ ഉലമായുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ശിക്ഷണത്തിൽ നിന്ന് പഠിച്ച് ഇറങ്ങിപ്പോയി തോന്നിവാസം കാട്ടുന്ന നിങ്ങളുടെ നേതാവ് കളവുൽ ഉലമയെ എന്താണ് ഞങ്ങൾ വിളിക്കേണ്ടത്? മെസ്സേജ് അയച്ചവരോട് തിരിച്ചയച്ച മെസ്സേജ് ഒന്നുകൂടി ലോകം മുഴുവനും കേട്ടോട്ടെ. ഞങ്ങൾക്കിത് പറയാനുള്ള പ്രചോദനം തന്നത്
നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ നേതാവ് ആത്മീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അഹാത്തതു ബിഹി ഖതീഅതുഹു, തെറ്റല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം തരം താഴപ്പെട്ടു പോയ, ഒരു ലജ്ജയുമില്ലാതെ കളവ് സമുദായത്തിന്റെ മുമ്പിൽ നെഞ്ചും പിരിച്ചു നിന്ന് പറയുന്ന നിങ്ങളുടെ നേതാവാണെടാ ഞങ്ങൾക്ക് ഈ സത്യം ലോകത്തോട് പറയാനുള്ള പ്രചോദനം തന്നത്. അതുകൊണ്ട് നിങ്ങൾ കത്തി കാട്ടിയാലും ബോംബ് കാട്ടിയാലും ഇനി എന്ത് തന്നെ, ഞാൻ ഇന്ന് തിരിച്ചെന്റെ മഹല്ലിലെത്തുമെന്ന് എല്ലാ സദസ്സിലും പറയുമ്പോൾ പറയാൻ ഉറപ്പില്ല. എന്നാൽ ഈ കണക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അറിയാം ഇന്നലെ സംഭവിച്ചത് നിങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ട്, സത്യം ഞങ്ങളുടെ ഭാഗത്തായതുകൊണ്ട്, നിങ്ങൾക്ക് പ്രതിരോധത്തിന്റെ മറ സൃഷ്ടിക്കാൻ നിങ്ങളുടെ നാവുകൾ തളർന്നു പോയതുകൊണ്ട്, മദീനയുടെ മണൽപ്പരപ്പിൽ ലോക മുസ്ലിമിനെ അഭയം നൽകിക്കൊണ്ടിരിക്കുന്ന പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ കുരുത്തക്കേട് ഏറ്റെടുത്തുകൊണ്ട് ആദർശം പറയേണ്ടടുത്ത് നെഞ്ചു വിരിച്ചുകൊണ്ട് പറയണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ നേതൃത്വത്തിന് അത് പറയാൻ പറ്റാതെ നാവ് കുഴഞ്ഞു പോയപ്പോൾ കള്ളുകുടിയന്മാരായ അണികളെ നിരത്തിക്കൊണ്ട് ഞങ്ങളെ പിടിച്ചു കെട്ടാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്, ശംസുൽ ഉലമയാണ്, പാണക്കാട്ട് സദാത്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഏറാമൂല കണ്ട് ഞങ്ങൾ മൂലക്കിരിക്കില്ലെന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ സംഭവം ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം സയ്യിദുനാ അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ പറയുന്നുണ്ട്. എൻ്റെ അഭിവന്യ ഗുരു ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ബഹുമാനപ്പെട്ടവർക്ക് ഒരു തീക്ഷണമായ നിലപാട് കൈക്കൊള്ളാൻ കഴിയുമെന്നാണ് കരുതിയത്. ആ എം.എ. ഉസ്താദ് മുടിയെക്കുറിച്ച് പറഞ്ഞതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് എം.എ. ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ തകർത്തുകൊണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ പണയം വെച്ചുകൊണ്ട് ഒരു മുടി കൊണ്ടുവന്ന്, ഒന്നല്ല കെട്ടുകണക്കിന് മുടി കൊണ്ടുവന്ന്, പാത്രം കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിനെ തോന്നിവാസത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നയിക്കുന്ന ആ സംഘടനയുടെ സെക്രട്ടറി തോന്നിവാസം ചെയ്യുമ്പോൾ നേരെ നിർത്തേണ്ട ഉത്തരവാദിത്വം ഇന്ന് ഉസ്താദിനുണ്ട്. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ സഅദിയ കോളേജിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ എടുത്തു തരുമ്പോൾ അതിലൊരു സംഭവം ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ റഅയ്തൽ ആലിമ, എടാ നീ ഒരു ആലിമിനെ കണ്ടാൽ, ആലിം എന്ന് പറഞ്ഞ GMCയിലൊക്കെ വരുന്ന നല്ല പളപളപ്പുള്ള, കാണാൻ നല്ല ഗ്ലാമറുള്ള മൂപ്പർക്ക് ഇപ്പം ധാരണ എനിക്ക് 28 കഴിഞ്ഞിട്ടില്ലെന്നാ അത് പറഞ്ഞ റെക്കോർഡുണ്ട് എൻ്റെ കയ്യിൽ. 28 കഴിഞ്ഞോ എന്ന് എനിക്ക് ഇപ്പൊ അറിയില്ല. ആ മൂപ്പര് ശരിക്ക് ഞാൻ എൻ്റെ അഭിവന്യ ഗുരുവിനോട് പറയാണ്, ഇദാ റഅയ്തൽ ആലിമ, നീ ഒരു ആലിമിനെ കണ്ടാൽ, എങ്ങനെയുള്ളവനാണവൻ? ഒരുപാട് സ്ഥാപനങ്ങൾ നയിച്ചോട്ടെ, അഗതികൾക്ക് ഭക്ഷണം കൊടുത്തോട്ടെ, അനാഥകളെ പോറ്റിക്കോട്ടെ, വീടില്ലാത്തവന് വീടെടുത്ത് വെച്ച് കൊടുക്കട്ടെ, കിണറില്ലാത്തവന് കിണർ കുഴിച്ചു കൊടുക്കട്ടെ. പക്ഷേ ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്, യുഖാലിത്തുസ് സുൽത്താന മുഖാലിതതൻ കസീറാ, ഭരണാധികാരികളുമായി രാഷ്ട്രീയ മേലാളന്മാരുമായി ഇടകലർന്ന് ജീവിക്കുന്ന, അവസരത്തിനെത്തു നയം മാറ്റുന്ന, ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറി
സമുദായത്തിന്റെ മുമ്പിൽ തടിരക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ആലിമിനെ നീ കണ്ടാൽ, തൊള്ള തുറന്നാൽ രാഷ്ട്രീയക്കാരെ ഉപദേശിക്കാനല്ലാതെ പിന്നെന്തിനാ ഇയാൾക്ക് സമയം? സൈദിയിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ പാർട്ടിക്കാരോട് മൂപ്പര് ഉപദേശ, നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോ ഇങ്ങനത്തെ ആള് മൂപ്പര് പാർലമെന്റിന്റെ ഉപദേശക സമിതിയിലേക്ക് പോണോ? ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാടുകൾ കൈകാര്യം ചെയ്യേണ്ട ആളാക്കി മൂപ്പറ മാറ്റേണ്ട അവസ്ഥയാണ്. അവിടെയാണ് ഈ അബൂ ഹാമിദുൽ ഗസാലി തങ്ങളുടെ ഹീൽ പറയുന്ന ഈ സംഭവം ഓർമ്മ വരുന്നത്. എന്തെന്നറിയോ? യുഖാലിതു സുൽത്താന മുഖാലിതതൻ ഗസീറ. രാഷ്ട്രീയ മേലാളന്മാരുമായി അധികാരവർഗവുമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ആലിമിനെ കണ്ടാൽ അവനെ നീ വിലയിരുത്തിക്കൊള്ളണം. ഫഹുവ ലിസ്വൻ, അവൻ കള്ളനാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി. അതുകൊണ്ട് എം.എ. ഉസ്താദിനോട് ഈ സംഭവം ഒരു അടുത്ത മുഷാവറയിൽ നിങ്ങൾക്ക് മുഷാവറയിലൊന്നും ഇപ്പൊ പോക്കില്ല എന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലായി. അപ്പൊ ഇപ്പൊ എം.എ. ഉസ്താദിനെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത്, ഇനിയിപ്പോ പ്രസിഡന്റിനെ ചീത്ത പറഞ്ഞു എന്നൊന്നും പറയണ്ട, ഇവിടെ ചീത്തയൊന്നും പറയും. ഇന്നലെ ഉള്ളാലത്ത് തങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കയ്യേറാൻ വന്നത്. ആണത്തമുള്ള നെട്ടലുള്ള SSFകാരെ വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കാം, എവിടെ ഞാൻ ഉള്ളാലം നിങ്ങളെ ചീത്ത പറഞ്ഞത്? ഒരു തെളിവ് നിങ്ങൾ അവിടെ കാണിക്കും. നേരത്തെ ബഹുമാനപ്പെട്ട മലയം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, ആ സിറാജ് എടുത്ത് കാണിച്ച് പറഞ്ഞില്ലേ? ആ പറഞ്ഞതില് കണ്ണിയത്തോറെ സമ്മതം ചോദിച്ചിട്ടാണ് എറണാകുളം സമ്മേളനത്തിന് ഉള്ളാളം തങ്ങൾ പോയതെന്ന പച്ച നുണ സമുദായത്തോട് എഴുതി പിടിപ്പിച്ചത് കണ്ടപ്പോ ആ സിറാജ് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ സത്യം 1989 പടിയിറങ്ങി പോന്നിട്ട് 1993 വരെ സമസ്തയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു സത്യം, ഓ കളവില്ലുടമ കാന്തപുരമേ, നിങ്ങൾ പറഞ്ഞിരുന്നോ? ഈ ചോദിച്ചാൽ എന്താ തെറ്റ്? പറഞ്ഞിട്ടില്ല. പറഞ്ഞാലോ കണ്ണിയത്ത് ഉസ്താദ് വീണ്ടും ഒരു ദുആ ഇറക്കും. ആ ദുആ എനിക്കിവിടെ പറയാൻ മടിയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഉള്ളാളത്തെ തങ്ങൾ അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. എന്റെ മഹല്ലത്തിൽ വിട്ടുനിൽക്കുന്ന SSFകാരോട് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ മഹല്ല് സമസ്തയുടെ മഹല്ലാണ്. ആ മഹല്ലിൽ 960ഓളം വീടുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ലിലാണ് ഞാൻ സേവനം ചെയ്യുന്നത്. എന്റെ മഹല്ലിൽ 4 ജുമുഅത്ത് പള്ളിയുണ്ട്. ആ 4 ജുമുഅത്ത് പള്ളിയിലെ ഉസ്താദുമാരെയും ഉള്ളാളം തങ്ങൾ വഫാത്തായതിന്റെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചറിയിച്ചു, തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, തങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞവനാ ഞാൻ. ആ എന്റെ നേരെ കുതിര കയറിയാൽ ഇട്ടിക്കുളത്ത് മറവിട്ട് കിടക്കുന്ന തങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്നറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. എന്താ ഞാനിത് പറഞ്ഞു തരങ്ങള്? ആ തങ്ങൾക്ക് അവസാനത്തിന്റെ ഘട്ടം പലതും തോന്നിയിരുന്നു, പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത വിധം ആ തങ്ങളെ മൂലക്കിരുത്തി. അവസാനം ബഹുമാനപ്പെട്ടവരുടെ മുഖം പോലും അവിടുത്തെ അനുയായികൾക്ക് കാണിച്ചു കൊടുക്കാതെ മറവ് ചെയ്തു. അള്ളാഹു തങ്ങളുടെ ദറജ ഉയർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇൻഷാ അല്ലാഹ് ചട്ടി നിങ്ങൾക്ക് പ്രദർശിപ്പിച്ച് നൽകുന്നതാണ്. ആ ചട്ടി കണ്ട് ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹുവേ, ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. റിയാദുസ് സാലിഹീൻ്റെ ഹദീസിലെ തുടക്കത്തിലൊരു ഹദീസിൽ ഗുഹയിൽ പെട്ടുപോയ 3 ആളുകളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ ദുആ ചെയ്തപ്പോൾ ഗുഹയുടെ അല്പം തുറന്നു, പാറ അല്പം നീങ്ങി. രണ്ടാമത്തെ ആൾ ദുആ ചെയ്തപ്പോൾ കുറച്ചും കൂടി നീങ്ങി. മൂന്നാമത്തെ ആൾ ദുആ ചെയ്തപ്പോൾ പരിപൂർണമായി അവർക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞു. സംഘടനയുടെ അകത്ത് നിന്നപ്പോൾ വല്ലാത്ത ഒരു ആവേശമായിരുന്നു. സഹാബത്തെ കിറാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നത് പോലെ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചവർ പിതാക്കളായാലും സഹോദരന്മാരായാലും കുടുംബക്കാരായാലും മക്കളായാലും ആരെയും അംഗീകരിക്കാതിരുന്ന ആ സഹാബത്തിനെ പോലെ ഞങ്ങളുടെ ഉസ്താദിനെ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചു. അതിന് ഞങ്ങൾ ഉസ്താദിൽ കണ്ടിരുന്ന ഒരു ആദർശം എന്തായിരുന്നു? മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ
നേതൃത്വത്തിൽ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം കൊടുത്തപ്പോൾ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 26-ാം നമ്പറായി തൻ്റെ 26-ാമത്തെ വയസ്സിൽ മിനിറ്റ്സിൽ ഒപ്പിട്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആ ചെറുപ്രായത്തിൽ തന്നെ സമസ്തയുടെ മുശാവറ മെമ്പറായിട്ട് 1-ാമത്തെ മുശാവറയിൽ മെമ്പറാക്കിയ ആ ചെറുപ്രായത്തിലെ കണ്ണിയത്ത് ഉസ്താദിന് അല്ലാഹുവേ, ഞാൻ മനസ്സിലാക്കുന്നു, അത് എൻ്റെ കർണപടങ്ങളിൽ കേട്ടപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി തോന്നി. 26-ാമത്തെ വയസ്സിൽ 26-ാം നമ്പറായി ജൂൺ 26 1926 മെമ്പറായി വന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് അള്ളാഹു കൊടുത്ത വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. 1967 സമസ്തയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തിയ കണ്ണിയത്ത് ഉസ്താദ് 1993 വരെയുള്ള 26 കൊല്ലമാണ് സമസ്തയെ നയിച്ചത്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്. ഞാൻ മനസ്സിലാക്കുന്നു, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് ആത്മീയമായ ആ പതാക സമസ്തയുടെ പതാക വിശുദ്ധിയിലൂടെ ജീവിക്കുന്ന വിശുദ്ധരായ മഹത്തുക്കൾ മുഖേന, ഔലിയാക്കൾ മുഖേന മഹാനായ മഹദി ഇമാമിന്റെ കരങ്ങളിലേക്ക് എത്തിക്കേണ്ട ഈ പതാകയുടെ അമരത്തേക്ക് വിശുദ്ധിയില്ലാത്തവർ കടന്നു വന്നാൽ ഈ പതാക കൊണ്ടുപോകുന്നവർക്ക് കളങ്കിതമായി പോകും എന്ന് മനസ്സിലാക്കിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് തന്നെ ആ ചെറുപ്രായത്തിൽ കണ്ണിയത്ത് ഉസ്താദിനെ മെമ്പറായി എടുത്തത് കൊണ്ട് 1989 സാമ്പത്തികമായ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് സമസ്തയെ ആദർശത്തിന്റെ പേര് പറഞ്ഞ് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ 1974 സമസ്തയിൽ വന്ന് പിന്നീട് ജോയിന്റ് സെക്രട്ടറി ആയി അദ്ദേഹമാറ്റം അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ മഹാനായ ശംസുൽ ഉലമ വഫാത്തായതിനു ശേഷം ആ പതാക ഏറ്റുവാങ്ങാൻ നിയുക്തനാകുമായിരുന്നത് എന്റെ ഉസ്താദായ കാന്തപുരം ഉസ്താദായിരിക്കും. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായാൽ ആ പതാക ഏറ്റുവാങ്ങാൻ നിയുക്തനാവുന്നത് ഉള്ളാലത്തെ തങ്ങളായിരിക്കും. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ല എന്ന് സർവാധിപനായ അല്ലാഹുവിനറിയാം. അതുകൊണ്ട് അല്ലാഹു നേരത്തെ തന്നെ ഇവര് മരണപ്പെട്ടു പോയാൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സെക്രട്ടറി സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇവരെത്തിയാൽ വിശുദ്ധിയില്ലാത്തവരുടെ കരങ്ങളിലൂടെ ഈ പതാക പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരെ നേരത്തെ പുകച്ച് ചാടിച്ചതാണ് എന്ന് പിന്നീട് ഈ ഗുഹാവാസികൾക്കുണ്ടായ അവർ ദുആ ചെയ്തതുപോലെ 2002 ഡിസംബർ 22 കാന്തപുരത്തിന്റെ കൂടെ വയനാട് ജില്ലയിൽ നിന്ന് മർക്കസിലേക്ക് പോയപ്പോഴും 2004 മർക്കസിൽ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി പീഡിപ്പിച്ചപ്പോഴും അതിന് ശേഷം ഒരു വ്യാജമുടി കൊണ്ടുവന്നപ്പോഴും അങ്ങനെ 3 വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പുറത്തുപോയി നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സമസ്തയുടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അന്നത്തെ സെക്രട്ടറിമാരായ BV മുഹമ്മദ് മുസ്ലിയാരുടെ VK മുഹമ്മദ് മുസ്ലിയാരുടെ അവരുടെയൊക്കെ ആ മഹത്തായ ദുആയിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അത് മഹദി ഇമാമിലേക്ക് വിശുദ്ധിയിലുള്ള തഖ്വയിലുള്ള ആളുകൾ മുഖേന പണ്ഡിതന്മാർ മുഖേന ഔലിയാക്കൾ മുഖേന ആ പതാക എത്തണമായിരുന്നു എന്നാണ്. അതിന് വിശുദ്ധിയില്ലാത്തവരുടെ ഈ കരങ്ങളിലേക്ക് എത്താതിരിക്കാൻ അല്ലാഹു പുറത്താക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാന്തപുരം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചോരണത്തിലൂടെയാണ് കേരളത്തിൽ കേട്ട് പരിചയപ്പെട്ടത് അരീക്കാട് പള്ളി ചോരണ കേസ്. അതിൻ്റെ 30 വർഷം തികയുകയാണ്. ചില കോഴിക്കോട്ടെ സുഹൃത്തുക്കൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതിൻ്റെ 30ാം ചോരണ വർഷം അവർ സമുചിതമായി തന്നെ കൊണ്ടാടാൻ പരിപാടി ഉണ്ടാകുന്നുണ്ടത്രേ. നമുക്കതും കാണേണ്ടി വന്നു. പ്രിയപ്പെട്ട ഞങ്ങൾ ഉസ്താദിനെ കുറിച്ച് തന്നെ
ഏതായാലും കാലം കണക്ക് ചോദിക്കുകയാണ്. ഉസ്താദിനിപ്പോൾ ചട്ടി കിട്ടിയെന്നാണ് പറഞ്ഞത്. തൊട്ടു മുമ്പ് ഉസ്താദ് ഒരു ഇസ്രായേൽ ചാരനായ മാത്യു ബേയുമായി, അമേരിക്കൻ ചാരനും ഇസ്രായേൽ ബന്ധവുമുള്ള മാത്യു ബേയുമായി മർക്കസിൽ ചർച്ച നടത്തി. ശേഷം പലതും മർക്കസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചട്ടിയും വന്നു എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ശിഷ്യനുമായിരുന്ന ബഹുമാനപ്പെട്ട ഹസൻ സക്കാഫി ഒരു മഞ്ഞപ്പൊതിയുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് ഉസ്താദിന് കിട്ടിയതുപോലെയുള്ള ഒരു ചട്ടിയല്ല. ഏതാണ് ആ ചട്ടിയെന്നും മറ്റുമൊക്കെ വിശദീകരിച്ച് ഹസൻ സക്കാഫി നമ്മുടെ മുന്നിൽ വിഷയം അവതരിപ്പിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الله سبحانه وتعالى പരിശുദ്ധ വെള്ളിയാഴ്ച രാവിൽ ഈ മുബാറക്കായ സദസ്സിൽ നാമൊക്കെ ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ ദുആ ചെയ്യണമെന്ന് പലരും ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിനകത്തുള്ള നല്ല മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വളരെയേറെ പ്രായം ചെന്നിട്ടുള്ള കാരണവന്മാരെ, രക്ഷിതാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, മാന്യ സഹോദരങ്ങളെ, സുദീർഘമായ ഒരു സംസാരത്തിന് ഈ സമയം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇസ്മായിൽ സഖാഫിയുടെ സമാപന പ്രസംഗത്തിലേക്ക് നമ്മുടെ സദസ്സ് നീങ്ങുകയാണ്. അതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് ആശംസകളും ഇവിടെ വരാനുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചുരുക്കി സംസാരിക്കുന്നു. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമ്മേളനത്തെ എങ്ങനെയാണ് നാം വിലയിരുത്തുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉലമാഇൻ്റെ മഹത്വം ഒരു ഭാഗത്ത് കേൾക്കുന്നു എന്ന് മാത്രമല്ല, മഹാരഥന്മാരാകുന്ന നമ്മുടെ മശായിഹുമാരുടെ ഉലമാഇൻ്റെ ശത്രുക്കളാകുന്ന വിഭാഗത്തെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആവേശമാണ്, നമുക്ക് സന്തോഷമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട AP വിഭാഗത്തിലെ സ്നേഹിതന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വേദനയുള്ള ഒരു സമ്മേളനമായിരിക്കും. അവർക്ക് ഈ സമ്മേളനത്തിൻ്റെ ഒരു ബറക്കത്തിനെ ആസ്വദിക്കാൻ കഴിയില്ല. അവർ ഏറെ ആദരിക്കുന്ന AP ഉസ്താദ് എന്ന് പറയുന്ന ആളടക്കമുള്ള അവരുടെ നേതാക്കന്മാർ, അവരോടുള്ള ആ ബഹുമാനം മനസ്സിലുണ്ടാകുമ്പോൾ ഈ സദസ്സിനെ അവർ വളരെ ദുഃഖത്തോടെ, അല്പം ദേഷ്യത്തോടെയാണ് കാണുന്നത്. ആ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനകത്തുള്ള വലിയ ഒരു ആഗ്രഹം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ എന്ന ഒരു പരിശുദ്ധമായ നീയത്തോടുകൂടി നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഇവിടെ സലാമത്ത് ലഭിക്കേണ്ടതുണ്ട്. സഖാഫികളാകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സഅദിമാരാകുന്ന ഈ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം
ബഹുമാനപ്പെട്ട സലീം നദവി ഉസ്താദിനെ പോലെയുള്ള ഈ വേദിയിൽ അണിനിരന്നിട്ടുള്ള, നേരത്തെ AP-യുടെ പിന്നിൽ അണിനിരന്നു പോകേണ്ട ഒരു ഗതികേടിൽ പെട്ടുപോയിട്ടുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ആഗ്രഹമാണ്. ഇന്നും മഗ്രിബ് നിസ്കരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അസ്സലാമു അലൈന എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിൻ്റെ സലാമത്ത് ഞങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോരാ, എല്ലാവർക്കും വേണം. ഒരാളും നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടരുത്, ഒരാൾ പോലും നാളെ പരലോകത്ത് പ്രയാസപ്പെട്ടു പോകരുത്. ചിലപ്പോൾ സാധാരണക്കാരാകുന്ന ആളുകൾക്ക് മുമ്പിൽ വേഷം കണ്ടതിൻ്റെ പേരിലോ ബാഹ്യമായി പറയുന്ന ആശയങ്ങളുടെ ഭാഗമായിട്ടോ നല്ലവരാണ്, നല്ലതാണ് എന്നൊക്കെ AP വിഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ സത്യം ഇവിടെ തുറന്നു പറയുമ്പോൾ സമസ്തയുടെ നേതാക്കളെക്കാൾ, സമസ്തയുടെ പ്രവർത്തകന്മാരെക്കാൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇത്ര കാലം കരുത്തു പകർന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമറാക്കളെ നിങ്ങളെക്കാൾ കൂടുതൽ ഈ മനുഷ്യനെയും ഈ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ട്. പ്രകാശമുള്ള റൂമിൽ വെച്ചും പ്രകാശം അണഞ്ഞുപോയ റൂമിൽ വെച്ചും സ്വകാര്യതകളിൽ വെച്ചും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് തൗബയില്ലാതെ കടന്നു ചെന്നാൽ കാലിടറി സുറാത്തിൽ നിന്ന് നരകത്തിലേക്ക് ചാടിപ്പോകേണ്ട പ്രവർത്തനങ്ങളുമായി മാത്രം നീങ്ങുന്ന, അള്ളാഹുവിന്റെ ദീനിന് ഒരു തരത്തിലും ഉപകാരം ചെയ്യാത്ത ആശയങ്ങളും സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന പദ്ധതികളും മുഴുവനും ദീനിന് എതിരായി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയൂല. മഹാനാകുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അബ്ദുല്ലാഹിബ്നു സബഗി എന്ന ജൂതനാകുന്ന ദുഷ്ടനാകുന്ന ഒരുത്തൻ കടന്നു വന്നു. അവൻ ഇവിടെ പറഞ്ഞത് കേട്ടാൽ, അവന്റെ സംസാരം ശ്രദ്ധിച്ചാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്യുകയാണ്. ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെ മദ്ഹ് ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആവേശമുള്ള, വികാരമുള്ളവരാണല്ലോ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവരെ ഒക്കെ മദ്ഹ് ചെയ്യുകയാണ്. പക്ഷേ ഈ മദ്ഹ് ചെയ്യുന്നതും ഈ മഹാന്മാരെ പുകഴ്ത്തി പറയുന്നതും ഒക്കെ എന്തിനാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനല്ല ഖിലാഫത്ത് ലഭിക്കേണ്ടത്, അത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. പക്ഷേ അധികാരം അവർ തട്ടിയെടുത്തതാണ് എന്ന് പറയാനായിരുന്നു. ഇത് ജൂതന്മാരുടെ ഒരു ശൈലിയാണ്. ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ളത്, മധുരമുള്ളത്, സത്യമെന്ന് ബോധ്യമുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് ഒളിഞ്ഞിരിക്കുന്ന ചില അജണ്ടകളുണ്ട്. പക്ഷേ ഈ വിഭാഗം രംഗത്തേക്ക് വന്നത് മുതലേ കേരളത്തിൽ ഒരു 6 ചർച്ചയാണ്, അല്ലേ? നമ്പർ 6 ഒരു ചർച്ചയാണ്. അസ്മാ ഉസിത്ത നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾ ഓതി പഠിക്കുന്ന കാലത്തെ അസ്മാ ഉസിത്ത പഠിക്കാറുണ്ട്. അതിൽ 1 തൊട്ട ഒളു മുറിയും. അസ്മാ ഉസിത്തയിൽ 1 തൊട്ട ഒളു മുറിയും. ഈ 6 ആളുകളെ പുറത്താക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ ശുദ്ധി വരുത്തിയപ്പോൾ അവർ 6ന്റെ മഹത്വം പറഞ്ഞത് ഈമാൻകാര്യം 6 എന്നാണ്. രാമന്തളി വന്നപ്പോൾ ഈമാൻകാര്യം 5 അവർ പറയുന്നതെന്ന് പറഞ്ഞത്, അല്ലേ? ആ 6നെ മഹത്വവൽക്കരിച്ചിരുന്നു. എന്തായിരുന്നു ഇവർക്ക് 6മായിട്ടുള്ള ബന്ധം എന്നുള്ളത് ഇപ്പോൾ ഒരു പാത്രം വന്നപ്പോൾ ബോധ്യമായി. 6 മൂലയുള്ള ഒരു സ്റ്റാർ കണ്ടപ്പോൾ AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ AP-യോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ കൊണ്ടുവന്ന പാത്രത്തിൽ ഒരു 6 മൂലയുള്ള ഒരു സ്റ്റാർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അത് പാണക്കാട് പോയാലും എഴുതി തരുന്ന ആ ഉറുക്കിലും നറുക്കിലുമൊക്കെ സ്റ്റാർ, നക്ഷത്രം കാണാറുണ്ടല്ലോ എന്നാണ്. ഇതാ പറഞ്ഞത്. പാണക്കാട്ടെന്ന് എഴുതുന്നതിൽ 5 കാണും. അതേ സമയത്ത് ജൂത പതാകയിൽ അല്ലാതെ
6 മൂലയുള്ള ഒരു സ്റ്റാർ കാണുന്നില്ല. ഈ 6 അവർ എന്തിനാണ് കളിക്കുന്നത് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ജൂതന്മാരുടെ തന്ത്രം എന്താണോ, അവരുടെ ശൈലി ഏതാണോ, ഇത് മാത്രമാണ് ഇവർ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി സാധാരണക്കാരന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ യതീംഖാനയും അവിടെ പള്ളി ദർസും അവിടെ അറബി കോളേജും അവിടെ വഅളുകളും അവിടെ പള്ളികളും അവിടെ ദിക്റുകളും അവിടെ സ്വലാത്തുകളും ഒക്കെ ആവശ്യമാണ്. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവരുടെ മുമ്പിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നത് ആയത്തുൽ കുർസി ഓതിയിട്ടാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇബ്ലീസ് വരെ ദിക്റിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ, ദിക്ർ കേട്ടുകൊണ്ട് ഒരാൾക്ക് ഇവിടെ ഒരിക്കൽ പോലും നല്ലവനാണ് എന്ന് പറയാൻ പറ്റില്ല. ജുനൈദ് സഹദി നേരത്തെ നന്നായി വിശദീകരിച്ചു. പള്ളി കണ്ടതിന്റെ പേരിലാണെങ്കിൽ ഇവിടെ എല്ലാവരും നല്ലവരാണ് എന്ന് പറയാൻ പറ്റൂല. ചില പള്ളിയിലേക്ക് അടുക്കാൻ പോകണ്ട എന്നാ പറഞ്ഞത്. നാട്ടിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കുന്ന ആളുകൾ, അവർക്കും ഒരു ബോധ്യമുണ്ട്, തങ്ങൾ ഉദ്ഘാടനം ചെയ്താലേ ഉദ്ഘാടനം ആകുമെന്ന്. അങ്ങനെയാണ് പാണക്കാട്ടെ തങ്ങളത്തേക്ക് വരാനുള്ളത് പലപ്പോഴും. എന്നാൽ മസ്ജിദുൽ ദിറാർ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിർമ്മിക്കപ്പെട്ട പള്ളി, അപ്പള്ളി ഉദ്ഘാടനത്തിന് വലിയ തങ്ങളെ തന്നെ ക്ഷണിക്കാനാണ് ആളുകൾ വന്നത്. അള്ളാഹു പറഞ്ഞു അടുക്കാൻ പാടില്ല. പള്ളിയുടെ പേരിലാണെങ്കിലും അതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിന്റെ ഒക്കെ പേരിലാണെങ്കിലും, ദിക്റാവട്ടെ ഇൽമാവട്ടെ ഏത് വിഷയമാവട്ടെ, ആ പേരിൽ വരുമ്പോൾ ആരും ഇവിടെ വഞ്ചിതനാവരുത്. കർണാടകയുടെ പ്രത്യേകിച്ച് മംഗലാപുരത്തിന്റെ ഈ പരിസര പ്രദേശത്തിന് ഒരു വലിയ ബറക്കത്തുണ്ട്. എന്താണ് ആ ബറക്കത്ത്? റളിയല്ലാഹു നിന്ന് അവിടുത്തെ സന്താന പരമ്പരയെ, അവിടുത്തെ പരിശുദ്ധ ആത്മീയ പരമ്പരയെ ഒന്ന് ഇങ്ങോട്ടേക്ക് എണ്ണിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഫത്ഹുല്ലാ ഷാ ഖാദിറുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കാണാം. നിങ്ങളുടെ സമീപത്താണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന അങ്കോലയിൽ. അവിടുത്തെ പേരമക്കളിൽ നമുക്ക് യൂസുഫ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കാണാം. അവർ ഉറങ്ങുന്നത് കുന്താപുരത്താണ്. ആ ആത്മീയ പരമ്പരയിൽ ഈ ഉമ്മത്തിന് വെളിച്ചം വീശിയ മഹാനാകുന്ന സമാനിന്റെ സുൽത്താൻ ഷെയ്ഖ് മുഹമ്മദ് ജലാൽ മസ്താൻ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബന്ദറിലാണ് കിടക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പരിശുദ്ധ പള്ളിയുടെ ചാരത്ത്. ഇങ്ങനെയുള്ള പൈതൃകത്തിന്റെ ഉടമകളുള്ള ഈ പ്രദേശത്ത് വന്നുകൊണ്ട് നിങ്ങളോട് മുൻകാലത്ത് കടന്നുപോയ ആളുകളൊക്കെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും യതീം മക്കളെ ആദരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവരെ പരിപാലിച്ചവരും ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങളെ മുമ്പിൽ യതീമുകളെ പേര് പറഞ്ഞിട്ട് ആളുകൾ കടന്നു വരും. ആ സമയത്ത് നിങ്ങൾ വെച്ചു നീട്ടുന്ന സംഭാവനകൾക്ക് ദിക്റിന്റെയും സ്വലാത്തിന്റെയും അകമ്പടി ഉണ്ടാകും. എന്നാൽ വിശുദ്ധ ഖുർആൻ കള്ളന്മാരെ എണ്ണി പറയുന്ന ഒരു ഭാഗമുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിലെ കള്ളന്മാരെ തുറന്നു പറയുന്ന ഒരു ഭാഗമുണ്ട്. ഫദാലികല്ലദീ യദ്ഉൽ യതീം എന്ന് പറഞ്ഞുകൊണ്ടാണ് കള്ളന്മാരെ പട്ടിക തന്നെ തുടങ്ങുന്നത്. യതീമിന്റെ പേരിൽ പിരിച്ചെടുക്കലല്ല യതീമിനെ പരിപാലിക്കൽ. യതീമിന്റെ പേരിൽ പിരിച്ചെടുത്ത് ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങലല്ല യതീമിനെ പരിപാലിക്കൽ. നാം ഇത് പറയുമ്പോൾ സാധാരണഗതിയിൽ അവർ നമ്മോട് പറയാറുള്ള മറുപടി പ്രസംഗത്തിൽ ഉന്നയിക്കാറുള്ള, ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ട് ആയിരക്കണക്കിന് യതീമക്കൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ആ യതീമിന്റെ അന്നം മുടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ യതീമിനെ ഇവിടെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉസ്താദാണ് എന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കറിയാം ഈ യതീമിനെ സംരക്ഷിക്കുന്നത് ഖാലിഖാകുന്ന അല്ലാഹുവാണ്. എപിയെ കൊണ്ടല്ല യതീമക്കൾ ജീവിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ അള്ളാഹുവിനെ അറിയുന്നൊരു സത്യമുണ്ട്.
ഔലിയാക്കൾക്ക് അറിയുന്ന സത്യമുണ്ട്, ലോകത്ത് ചരിത്ര ബോധമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമുണ്ട്. യതീം മക്കൾ ഇവിടെ ജീവിക്കുന്നത് AP യെ കൊണ്ടല്ലെങ്കിൽ AP ജീവിക്കുന്നത് യതീം മക്കളെ കൊണ്ടാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ആ മക്കളില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ മക്കളില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് പറഞ്ഞിട്ടല്ലേ കരയാറുള്ളത്, അത് പറഞ്ഞിട്ടല്ലേ പിരിക്കാറുള്ളത്. ആ പാവം മക്കളെ കാണിച്ചു കൊടുത്തിട്ട് സ്കൂൾ മുറ്റത്തേക്ക് കടന്നു വന്ന വാപ്പയുള്ള മക്കളെ ഫോട്ടോ വരെ പിടിച്ചിട്ട് യതീം മക്കളാണ് എന്ന് അറബികൾക്ക് മുമ്പിൽ നിങ്ങൾ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടില്ലേ? ഈ തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം. എന്നാൽ ബഹുമാനപ്പെട്ട MA ഉസ്താദ്, അള്ളാഹു കുറച്ചും കൂടി ദീർഘായുസ് നൽകുമാറാവട്ടെ, AP ദ്വാർക്കൂല, AP ദുആ ചെയ്യൂല. AP എന്തിനാണ് 93-ാമത്തെ വയസ്സിൽ അല്പം സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് കൊരച്ചു പോകുന്ന തരത്തിൽ സുഖമില്ലാതെ കഴിയുന്ന MA ഉസ്താദിനെ എന്തിനാ പ്രസിഡന്റാക്കിയത്? ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾക്കറിയാം. സഅദിയ സമ്മേളനത്തിന്റെ തലേ ദിവസം നിങ്ങൾ യോഗം ചേർന്നുകൊണ്ട് നിങ്ങൾ ഒരു ഒള്ളി അജണ്ട ഇവിടെ സൃഷ്ടിച്ചിരുന്നു. സഅദികളെ തൃപ്തിപ്പെടുത്താനും MA ഉസ്താദുമായി ബന്ധപ്പെട്ട ചില ആളുകളെ തൃപ്തിപ്പെടുത്താനും താൽക്കാലികമായി യോഗത്തിലേക്കൊന്നും വരാൻ കഴിയാത്ത MA ഉസ്താദിനെ കൊണ്ടുവന്നുകൊണ്ട് എന്തിനാണ് നിങ്ങൾ പ്രസിഡന്റ് ആക്കിയത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ കാത്തിരിക്കുന്നത് MA പ്രസിഡന്റ് ആവാനാണ്. കുറച്ചും കൂടി ദീർഘായുസ് കിട്ടാൻ ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. കാരണം ചില യാഥാർത്ഥ്യങ്ങൾ MA ഉസ്താദ് അടുത്ത ദിവസങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ്. നിങ്ങൾക്കൊന്നും തടുത്തു നിർത്താൻ കഴിയൂല. ഈ വിഷയങ്ങൾ MA ഉസ്താദ് നിങ്ങളെ പ്രസിഡന്റ് ആണെങ്കിൽ, നിങ്ങൾ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ സംഘത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ MA ഉസ്താദിനെ കൊണ്ട് നിലപാടൊന്ന് നിങ്ങൾ പറയിപ്പിക്കട്ടെ. ഐക്യം നിങ്ങൾ പറയിപ്പിച്ചത്, അത് നിങ്ങൾ പറയിപ്പിച്ചതാ എന്ന വാദം ഞങ്ങൾക്കില്ല. MA ഉസ്താദ് ഐക്യത്തെ കൊതിക്കുന്ന സമയം തന്നെയാണ്. അതേ സമയത്ത് MA ഉസ്താദിന് ചിലതൊക്കെ തുറന്നു പറയാനുണ്ട്. കാരണം ഉള്ളാൾ തങ്ങളെ മരണം അദ്ദേഹം കണ്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഉള്ളാൾ തങ്ങളോട് ദേഷ്യമൊന്നുമില്ല, വെറുപ്പൊന്നുമില്ല. 60-ാം വാർഷിക സമ്മേളനം, ഉള്ളാൾ തങ്ങളെ ആത്മാവ് ഈ വഴല് കേൾക്കുന്നുണ്ടാകും. 60-ാം വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ മഹാനാകുന്ന ശംസുൽ ഉലമായി തങ്ങളെ പറ്റി ഉള്ളാൾ തങ്ങളെ നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, ശംസുൽ ഉലമയുടെ തീരുമാനങ്ങളെയും നിലപാടുകളെയും ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞത്. സ്വദഖ്ത യാ സയ്യിദി, തങ്ങളെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഒരു വാക്ക് കൂടി അതിലേക്ക് ചേർത്ത് പറയാമായിരുന്നു. ആരംഭ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം എന്റെ കരടിന്റെ കഷ്ണം മോഷണം നടത്തൂല, കക്കൂല എന്നൊക്കെ അറിയാം. എന്നാലും എന്റെ മകൾ ഫാത്തിമ കെട്ടാലും എന്ന് പറഞ്ഞ ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞാലും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി തങ്ങളെ നിലപാടുകളെ ആര് ചോദ്യം ചെയ്താലും അത് അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്, അവിടേക്കാണ് ഞങ്ങൾ മടങ്ങിയിട്ടുള്ളത്. ശംസുൽ ഉലമായി തങ്ങളുടെ നിലപാടുകളെ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ആത്മീയമായ നിലപാടുകളെ, അവർ ഇവിടെ സ്വീകരിച്ച അച്ചടക്ക നടപടികളെ ഇവിടെ